അപ്പം ഇന്ന് എൻ്റെ ടൂറിൻ്റെ വ്ളോഗ് കാണാം. അപ്പം നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കണ്. അപ്പം അവിടെ പോയിട്ട് ബാക്കി വീഡിയോ ഒക്കെ നമ്മളെ മഴ നല്ലതുപോലെ ചതിച്ചു. സമയമായപ്പം മഴ എടുത്തിട്ട് എന്തായാലും എടുക്കാനുള്ള ബാഗ് രണ്ടും കൊണ്ടുവച്ചു. അപ്പം നീ കൊണ്ടുപോകാനുള്ളത് നമുക്ക് പോകണം. അപ്പോൾ പപ്പ ഫുള്ള് നനഞ്ഞ്. അപ്പം പപ്പ ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി. ഞാൻ അത്ര സമയമുള്ളൂ. അപ്പം നല്ല മഴയുണ്ട്, നല്ല മഴ. മഴ ചതിച്ചു ഗോയ്സ്, മഴ ചതിച്ചു. നോയിക്കോ, നമ്മൾ ഇറങ്ങിയതിൻ്റെ ഐശ്വര്യമാണ്. ആ മഴയല്ലേ പെയ്യത്ത്. നമ്മൾ ചൂടിനെ കുറ്റം പറഞ്ഞ് ഇപ്പം മഴ പെയ്തിന് മഴേനെ കുറ്റം പറയേണ്ട അവസ്ഥയായി. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ പോവും. ഗായ്സ്, നമ്മൾ മഴയത്ത് കുടയും പിടിച്ചുകൊണ്ട് പോവാൻ പോവുകയാണ്. ഇനി നോ നിവർത്തി. നമ്മളെന്തായാലും കുടയും പിടിച്ച് പോവുകയാണ് ഗായ്സ്. ഇനി അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഗായ്സ്, നമ്മൾ റൂമിലെത്തി. ഇവിടെ ഒട്ടും തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മൂടി പുതച്ചാനിരിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ വെളിയിൽ വന്ന് ഇവിടെ ഭയങ്കര ചൂടായത് കൊണ്ട് നമ്മൾ സെറ്ററൊക്കെ ഇട്ടിരിക്കണം. ബട്ട് ഗൈസ്, ഇവിടെ ഏറ്റവും പൊളിയായിട്ടുള്ളത് ഗൈസ്, ഇവിടെ ഏറ്റവും വൈബായിട്ടുള്ളത് എന്ന് വെച്ചാൽ കാണാൻ ഒരു ഭംഗിയുള്ളൊരു സ്ഥലം ഞാൻ കാണിച്ചു നോക്കൂ ഗൈസ്. ഒരു മിനിറ്റ്. ഗൈസ്, അപ്പം നമ്മളിനി ഫുഡ് കഴിക്കാൻ പോകും. അപ്പം 8 മണിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോകണേന്ന് അറിഞ്ഞൂടാ. അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം. പിന്നെ ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയാണെന്ന് പറയണം, കാണിച്ചിട്ട്. ഗൈസ്, ഇന്ന് നമ്മുടെ പപ്പയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. എല്ലാവരും വിഷ് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത വണ്ടിക്കുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ വണ്ടി കയറി അടുത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഫുഡ് കഴിക്കുന്ന എടുക്കാറില്ലേ? ഗൈസ്, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ല ഞാൻ എങ്ങോട്ടാണ് പോണത്. ഞാനിപ്പോൾ കൊടൈക്കനാലിലാണ് ഗൈസ്. ഇവിടെ കണ്ണും മൂക്കും കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം ഗൈസ്, ഇവിടെ നമ്മളിപ്പം കൊടൈക്കനാലിൽ ഏതോ ഒരു സ്ഥലത്താണ്. എവിടെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. വഴി തടസ്സമായ ഒരു പശു. രണ്ടുപേർക്കും ചേർന്ന് പിടിച്ച് നടക്കാം. മനുഷ്യൻ റെയിൻബോ ഉണ്ട്. സൗണ്ട് ഉണ്ടല്ലേ? ഐസ്ക്രീം. അത് കാണുമ്പോഴേ ഇത് സൂയിസൈഡ് പോയിന്റ് ആണ് കേട്ടോ. ഒന്നും കണ്ടുകൂടാ. എവിടെയാണ് സൂയിസൈഡ് ചെയ്യണേ? ഗുണാക്കി
ഈ മഞ്ഞ് എന്തിനാണ് താഴോട്ട് വരണം? മിക്കവാറും കോളേജിൽ ഒരാഴ്ച ലീവ് എടുക്കും. എൻ്റെ 75% അറ്റൻഡൻസ് കട്ട്. അമ്മച്ചി വിളിച്ചില്ല കോളേജിൽ. ഗൈസ്, സ്റ്റോറേജിൻ്റെ സീൻ വന്നുകൊണ്ട് ഗുണാക്കേല് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചു. നമ്മൾ വീണ്ടും ലേക്ക് കാണാൻ ഇറങ്ങി. അത് എനിക്ക് ചെറിയ ചെറിയ വീഡിയോകൾ എടുക്കാൻ പറ്റില്ല, സ്റ്റോറേജ് ഫുള്ളായപ്പം. ഞാൻ പറ്റണ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ പിന്നെ ഒത്തിരി കണ്ണുണ്ടാകും, ഒത്തിരി കണ്ണുണ്ടാകും. ഫ്രണ്ടില് കൊമ്പിനെ തിന്നിരിക്കണ ചേട്ടനാണ് സിഗ്നൽ കൊടുക്കണേ. ഞാൻ പ്രതീക്ഷയില്ല ഇപ്പം ഇത്രയൊക്കെ നടക്കുന്നു. നമുക്കൂടെ ചാടിയാലോ? എങ്കിൽ നമുക്ക് മഞ്ഞ് കുളി കുളിക്കാം. ഞാൻ മഞ്ഞ് കുളി പ്രകൃതി രമണീയമായി. സ്റ്റോറേജിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നത്തെ വീഡിയോ എടുക്കാൻ പറ്റും. പിന്നെ പറ്റണമെന്നെല്ലാം ഡിലേറ്റ് ആക്കിയിട്ടാണ് എടുക്കണം. അപ്പോൾ ഇത് അടുത്ത ദിവസം നമ്മൾ പരുന്തംപാറ വന്നതാണ്. പിന്നെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ പോയിരുന്നു, തേനിയിൽ. അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മാളൊരു കറക്കം കറങ്ങും, മാളൊരു കറക്കം കറങ്ങും. ഇങ്ങനെയും കറങ്ങാം. അത് തവള ചാടിയത്. അത് വികലാംഗ കറക്കമായി പോയി. ഒരു വെളിച്ചം വന്നത് ക്ലിയർ ആയി. ഇത് കാണില്ലേ, ഇത് ഇങ്ങോട്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.